പാടി തരുള കൂടം മിസ്കിലി ബാരിശം അൽഫാ തലബത്തെടുക്കുലും ബരായി അൽഫാ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ ശരീരം അങ്ങ് തുറന്നു കൊടുത്തപ്പോൾ, കമീസ് അങ്ങ് പൊക്കിക്കൊടുത്തപ്പോൾ, സവാദ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ നിന്നും ചോദിച്ചു വാങ്ങി ഈന്തപ്പനമുള്ള ഒരൊറ്റ ഏറായിരുന്നു. എറിഞ്ഞ് മഹാനായ യൂസുഫ് നബി ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരമാകെ പിടിച്ച് മുത്തി മണത്തു എന്ന് മാത്രമല്ല, ആ കവി പറയുകയാണ്, അരിപ്പൂ വളർന്നേത്തെ നരിന്തും പോലെ. ഒരു തേന് കണ്ടാൽ പുഷ്പം കണ്ടാൽ, പുഷ്പത്തിലുള്ള തേന് കണ്ടാൽ ആ വണ്ട എങ്ങനെയാണ് ആർത്തിയോടുകൂടെ തേന് കുടിക്കുക, അതുപോലെ എന്നാണ് കവി പറയുന്നത്. എന്നിട്ട് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു തൻ്റെ തലയങ്ങ് ശരീരത്തിൽ നിന്നും എടുത്തു. എന്നിട്ട് സവാദ് പറയുന്ന ഒരു രംഗമുണ്ട്, തരുള കുടം മിസ്കിൽ പരീശം അൽഫാ തലബത്തെടുക്കൂലും ബരായി അൽഫാ. 1000 വർഷം അത്തറിൻ്റെ കുടത്തിൽ, സെൻറ്റിൻ്റെ കുപ്പിയല്ല വലിയ കുടത്തിൽ സെൻറ്റ് നിറക്കുക, എന്നിട്ട് അതിൽ തല വെച്ചെടുത്തു. 1000 കൊല്ലം അതിൽ തല മുക്കിയിട്ട് എടുത്താലും ഇത്ര സ്മെല്ലുണ്ടാവുകയില്ല, ഇത്ര മണമുണ്ടാവുകയില്ല. അത്രക്കും നല്ല മണമായിരുന്നു. മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു ഒരല്പസമയം, സെക്കൻഡുകൾ മാത്രം ഹബീബായ നബി തങ്ങൾ തൻ്റെ ശരീരത്തിൽ മുത്തിയെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട സവാദ് പറയുന്നത്. തന്നെയാണ് മഹാകവി മൊയ്ൻകുട്ടി വേദിർ പറയുന്നു, തരുള കുടം മിസ്കിൽ ബരീശം അൽഫാ തലബത്തെടുക്കൂലും ബരായി അൽഫാ. അങ്ങനെ ഒൽപ്പൊണ്ടാണ് യാതൊരു നബി മൊളിന്താറ് ഉള്ളേ സാസിനി എടുക്കാത്തെന്താ. അങ്ങനെ സംഭവം സവാദിൻ്റെ ലക്ഷ്യം നിറവേറിയെങ്കിലും അള്ളാഹിൻ്റെ ഹബീബ് അത് മറന്നിട്ടില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സവാദേ ഇതിപ്പോൾ കിസാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടല്ല ഇപ്പം എൻ്റെ കുപ്പായൊക്കെ പൊങ്ങിച്ചാൻ പറഞ്ഞ കിസാസ് എടുക്കുക. നാളെ മഹ്ശറയിലേക്ക് നീട്ടിവെക്കല്ല സവാദ്. ആ സമയം മഹാനായ സവാദ് വിടുന്ന കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് ഹബീബായ നബിയോട് പറയുകയാണ്, ഉടനാ സബബ് ഞാൻ പുടിത്ത് കേറി ഉള്ളിൽ കൊതി തീരും ബരക്കും തേറി. നബിയെ, അങ്ങയുടെ മനം മുഷിഞ്ഞു പോയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സവാദ് പറഞ്ഞു, നിങ്ങൾ യുദ്ധക്കളത്തിലേക്കല്ലേ നമ്മളെല്ലാവരും പോകുന്നത്? ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ആഗ്രഹം സഫലീകരിക്കാതെ പോകുമോ എന്ന് സവാദിനൊരു സംശയം വന്നപ്പോൾ അതിന് കിട്ടിയ ചാൻസ് ഞാൻ മുതലാക്കിയതാണ് നബിയെ, അങ്ങനെക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ പൊരുത്തപ്പെട്ട് കൊടുക്കുക മാത്രമല്ല ഹബീബായ നബി തങ്ങൾ ചെയ്തത്, ബീഡിയോരോ മുത്തും സുവർഗോയ്യ വീടും കാണൽ അദാബിന്നൊയ്യ. അങ്ങനെ മഹാനായ അഷ്റഫുൽ വറാ ത്വഹ സല്ലല്ലാഹു അലൈഹി വസല്ലം സവാദിന് പൊരുത്തപ്പെടുക മാത്രമല്ല സ്വർഗം കിട്ടാൻ വേണ്ടി കൂടി ദുആ ചെയ്യുകയാണ്. ഏതായാലും അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോകുകയാണ്. നാളെ ഇസ്ലാമിൻ്റെ ബദ്ധവീരികളായ അസത്യവും സത്യവും അസത്യവും മാറ്റിരിക്കുന്ന ബദറിലെ പടയോട്ടം എന്ന ഐതിഹാസികമായ രസകരമായ കഥ. നാളെ എന്താണ് പടക്കള്ളത്തിൽ സംഭവിക്കുന്നതെന്നറിയണ്ടേ? 2 ചേരിയും ചേരിയും കൊടികളൊക്കെ കൊടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഇനി യുദ്ധം നടക്കേണ്ടതുണ്ട്. എന്താണ് യുദ്ധക്കളത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം. അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ.